ബോബി ചെമ്മണ്ണൂരിനെ കുടഞ്ഞ് ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്നും റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടെന്നും ഹൈക്കോടതി. ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. ഇന്നലെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നതിൽ വിശദീകരണം നൽകാൻ ബോബിക്ക് ഹൈക്കോടതി നൽകിയ സമയം അവസാനിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, ഈ കേസ് ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണോ? കോടതി നടപടികൾ ആരംഭിച്ചു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? അതായത് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ണൂര് ഒരു മാപ്പപേക്ഷയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വാദങ്ങൾ എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ കോടതി വീണ്ടും വിമർശനമുണ്ട്. നാടകം തന്നെയാണ് നടന്നത് എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഏതായാലും അതിൽ കോടതി ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. മാപ്പപേക്ഷ ആണ് നൽകുക, മാപ്പപേക്ഷ നൽകിയാൽ സ്വീകരിക്കുമോ? ഏതായാലും അല്ല സാലി, ഇതിനകത്ത് സാലി മാപ്പപേക്ഷ എന്നതിനുപരിയായി കോടതി ചോദിച്ചത് വിശദീകരണമാണല്ലോ. എന്തുകൊണ്ട് ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങിയില്ല? അതിന്റെ വിശദീകരണം നൽകിയോ? അതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കടുത്ത രോഷമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. ബോബി ജയിലിൽ തന്നെ കഴിയട്ടെ അല്ലേ എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. ഇപ്പൊ ഏതായാലും കോടതി നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി കടുത്ത രോഷമാണ് പ്രകടിപ്പിക്കുന്നത്. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും സാലി, നിലവിൽ 12 മണി വരെയാണ് സമയം നൽകിയിരുന്നത് വിശദീകരണം. ആ വിശദീകരണം ഇന്നലെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാത്തത് എന്താണ് ജയിൽ മോചിതനാകാതിരുന്നത് എന്നുള്ളതാണ്. അതിന് ബോബി നൽകിയ വിശദീകരണം പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്, വിചാരണ തടവുകാരായ 28 പേരുണ്ട്, അവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങാതിരുന്നത് എന്നതാണ്. അത് കോടതിയുടെ നിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുറത്താണ്. ജയിലിന് പുറത്തു പോകാൻ പറഞ്ഞ പ്രതിയോട് വീണ്ടും കിടക്കും എന്ന് പറയുന്നത് കോടതിയോടുള്ള വെല്ലുവിളിയാണ്, രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അതുതന്നെ ആയിരിക്കണം കോടതി ഇപ്പോൾ പരിഗണിക്കുക. ആ വിശദീകരണം മതിയാകുന്നതാണോ, തൃപ്തികരമാണോ, കോടതിക്ക് ബോധ്യപ്പെടുന്നതാണോ എന്നതാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്നിൽ പോലും ഇവിടെ ആ ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ വിവേചനാധികാരം തന്നെയാണ്. വേണമെങ്കിൽ ഈ വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ ജയിലറയ്ക്കുള്ളിലേക്ക് തന്നെ വിടാം, അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷ കൊണ്ട് വീണ്ടും ആ ജാമ്യം നൽകി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. വീണ്ടും അകത്തായിടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഈ മാപ്പപേക്ഷ ഇനി എങ്ങനെ പരിഗണിക്കുന്നതുകൂടി കരുതേണ്ടിയിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും കോടതിയിൽ നിന്ന് വരുന്നുണ്ടോ സാലി? കോടതി പ്രാഥമികമായി പരിഗണിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കോടതി നടപടികൾ നടത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാവുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഓപ്പൺ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1:45 കേസ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്ന് വാദം കേൾക്കും. കോടതിയിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോടതി വിമർശനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. അതായത് ഈ വിമർശനങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് കോടതി സംസാരിക്കുന്നത്. നാടകം കളിച്ചു എന്ന നിലപാട്, നാടകം തന്നെയാണ് നടന്നത്, നാടകം തന്നെയാണ് കളിച്ചത് എന്ന് കോടതി പറയുന്നുണ്ട്. ഏതായാലും ഈ കോടതിയിൽ ഇപ്പോൾ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ കോടതി ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എനിക്ക് നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പോരെ എന്ന് കോടതി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതി തുടർ നടപടികളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പറയും. ഏതായാലും കോടതിയിൽ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോടതി എന്ത് പറയുന്നു എന്നുള്ളത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ സംഭവത്തിന്റെ ഗൗരവം ബോബി ചെമ്മണ്ണൂരിന് പിന്നീടാണ് മനസ്സിലായത് എന്നുള്ളതാണ് നമുക്കൊക്കെ വ്യക്തമാകുന്നത്. ബോബി ചെമ്മണ്ണൂർ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയും അല്ലെങ്കിൽ ഒരു പ്രത്യേക മൈൻഡിലുമാണ് ഈ കോടതി നടപടികളെ കണ്ടത്. പക്ഷെ അതൊന്നും അല്ല. കോടതി നടപടികൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമങ്ങളെ കബളിപ്പിക്കാൻ നടക്കില്ല എന്ന് കോടതിക്ക് ബോബിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ കോടതി നടത്തുന്നത്. അത് 2 സാധ്യതയുണ്ട്. ഈ മാപ്പപേക്ഷ സ്വീകരിച്ച് വേണമെങ്കിൽ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാം, അയാൾ ജയിൽ മോചിതനാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. അല്ലെങ്കിൽ ഈ ബെയിൽ ക്യാൻസൽ ചെയ്ത് അയാളെ വീണ്ടും ജയിലിലടയ്ക്കാം എന്ന നിലപാടിലേക്ക് കടക്കാം. അതിൽ എന്താണ് കോടതി പറയുക എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. കോടതി ഇപ്പോൾ ഈ കേസ് നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇപ്പൊ തന്നെ പറയാം, അല്ലെങ്കിൽ കോടതി ഇപ്പൊ ബോബിക്ക് പറയാനുള്ളത് കേട്ടിട്ട് 1:45 ബാക്കി പറയാം എന്ന് പറയാം. അതുപോലെ എന്ന് കോടതി ഒരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം. രാവിലെ പറഞ്ഞതിൽ നിന്ന് അല്പം പോലും ലഘൂകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ